അജിത് പവാറിൻ്റെ വളരെ അൺഫോർച്ചുനേറ്റായിട്ടുള്ളൊരു ആക്സിഡൻ്റ് ആയിരുന്നു. ഇത് അജിത് പവാർ ആയതുകൊണ്ടാണ് ഈ വലിയ വാർത്തയുടെ ഒരു ഇമ്പോർട്ടൻസ് ഇതിന് കിട്ടുന്നത്. ഏവിയേഷൻ ടെർമിനോളജിയിൽ പറയുകയാണെങ്കിൽ ഒരു VFR എയർഫീൽഡാണ്. VFR എയർഫീൽഡ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഫ്ലൈറ്റ് റൂൾസ് ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർപോർട്ടാണ്. ഒരു VIP റോഡിലൂടെ പോകുമ്പോൾ തന്നെ ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. അതിന് പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ ആകാശത്തും ഇത്തരത്തിലുള്ള പ്രയോറിറ്റിയൊക്കെ ഇവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? തീർച്ചയായും കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ VIP ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രസിഡൻറ്റിൻ്റെയോ വൈസ് പ്രസിഡൻറ്റിൻ്റെയോ പ്രൈം മിനിസ്റ്ററിൻ്റെയോ ഫ്ലൈറ്റാണ്. ശ്രീമാൻ കെ കരുണാകരൻ മരിച്ച സമയത്തേക്ക് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് സോണിയാഗാന്ധി വരികയായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തിന് അടുത്തെത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന റഡാർ സിസ്റ്റം ഫെയിലായി. പൈലറ്റ് പറഞ്ഞു മാഡം ഈസ് ഓൺ ബോർഡ് എന്ന് പറഞ്ഞു. സോണിയാഗാന്ധി ഒരു പക്ഷേ അറിയുന്ന പോലും ഉണ്ടാവില്ല. ഏവിയേഷനിൽ ആക്സിഡൻറ്റുകൾ നമ്മൾ റോഡ് ആക്സിഡൻറ്റിനേക്കാളും വളരെ വളരെ കുറവായതുകൊണ്ട് ഒരു ആക്സിഡൻറ്റ് നമുക്ക് വളരെയധികം ക്യൂരിയോസിറ്റി ഉണ്ടാക്കും. അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ചറിയാനും അതെന്തുകൊണ്ടുണ്ടായി എന്നറിയാനും സാധാരണ ജനങ്ങൾക്കും അതുപോലെ തന്നെ അതിൽ ടെക്നിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. എനിക്ക് വിദേശത്ത് ജോലിക്ക് പോകണമെങ്കിൽ വിമാനത്തിൽ കയറിയേ പോകാൻ പറ്റും. അദ്ദേഹം ഈ ലിഫ്റ്റിലും കയറാറില്ല എൻ്റെ അറിവിൽ. വ്യോമയാന യാത്ര അത്ര സുരക്ഷിതമല്ല എന്ന് പറയുന്നവരോടുള്ള ഒരു മറുപടി എന്താ? ഫിയർ ഓഫ് ഫ്ലൈയിങ് എന്ന് പറയുന്നത് ജനറലി ഇറ്റ് എമനേറ്റ്സ് ഫ്രം ദി സസ്പീഷൻ, ഡൗട്ട്. അതിൽ നിന്നാണ് വരുന്നത്. പൈലറ്റുമാർ പഴിക്കേണ്ടവരാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് രണ്ടാമത് നോക്കാം. അവർ പിഴയ്ക്കേണ്ടവരാണോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ആ റൺവേ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പക്ഷേ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് വന്നിട്ട് വിമാനത്തിനെ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ യു വിൽ ലൂസ് എ ലോട്ട് ഓഫ് ടൈം ഉണ്ട്. കാരണം അത്രയും ഫാസ്റ്റായിട്ട് വിമാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമസ്കാരം. സാധാരണ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളതിൻ്റെ ഏതാണ്ട് 1000-1 അംശം മാത്രമാണ് ഒരു വിമാനം അപകടത്തിൽപ്പെട്ട് നമുക്കെന്തെങ്കിലും പരിക്ക് പറ്റാനോ ജീവഹാനി വരുവാനോ ഒക്കെയുള്ള സാധ്യത എന്ന് ചില വിദഗ്ധരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിമാന അപകടങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ വ്യോമയാന രംഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സ്ഥിരമായി നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിമുഖം എടുക്കുന്നത് അതിലെ ഒരു വിദഗ്ധനായ ആളിനോട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് അജിത് പവാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അധികായൻ കൂടിയായ അദ്ദേഹം ഒരു വ്യോമ അപകടത്തിൽ മരിച്ചു എന്ന് പറയുന്നത് നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത്. അതുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ പിന്നീട് വന്നു, പല കാര്യങ്ങൾ പിന്നീട് നമ്മൾ കേൾക്കുകയുമുണ്ടായി. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ വിമാനം തകർന്നു വീണത്. ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു മലയാളി ഉൾപ്പെടെ 240-ലധികം പേർ അന്ന് മരിക്കുകയും ചെയ്തത്. ഇത്തരം വാർത്തകൾ സ്ഥിരമായി വരുന്നൊരു സാഹചര്യത്തിൽ എന്താണ് ഇങ്ങനെ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ് നിലവിലത്തെ പ്രശ്നം, ഇത് എവിടെയൊക്കെയാണ് ഇതിന് കറക്ഷൻസ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മോട് സംസാരിക്കാനായി സന്തോഷ് RS ആണ് നമ്മോടൊപ്പം ചേരുന്നത്. സന്തോഷ് RS അദ്ദേഹം എയർ ട്രാഫിക് കൺട്രോളറാണ്. ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള പഠനങ്ങളിലും കാര്യങ്ങളിലുമൊക്കെ നിരന്തരം ഇടപെടുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ശ്രീ സന്തോഷ് RSനെ സ്വാഗതം ചെയ്യുന്നു സി ന്യൂസിലേക്ക്. സാർ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ അജിത് പവാറിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വീണ്ടും വ്യോമയാന മേഖലയെക്കുറിച്ചൊക്കെ കൂടുതലും ചർച്ച ചെയ്യുന്നത്. സത്യത്തിൽ ഈ അജിത് പവാറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അവസാന വിമാനയാത്ര അത് എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു, അതുപോലെ തന്നെ ഏത് വിമാനമാണ് അതിനു വേണ്ടി ഉപയോഗിച്ചത്, എന്തായിരിക്കാം ഈ വിമാനത്തിൻ്റെ അപകടത്തിനുള്ള കാരണം സാറ് മനസ്സിലാക്കുന്നത്? നമസ്കാരം ടിറ്റോ. അജിത് പവാറിൻ്റെ വളരെ അൺഫോർച്ചുനേറ്റായിട്ടുള്ളൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അത് ബോംബെയിൽ നിന്നും ബാരാമതിയിലേക്ക് പോയ ഒരു വിമാനത്തിനാണ് അപകടമുണ്ടായത്.
വിമാനയാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നത് ഒരു ലിയർജെറ്റ് എയർക്രാഫ്റ്റാണ്. ബൊംബാർഡിയർ കമ്പനി നിർമ്മിക്കുന്ന ലിയർജെറ്റ് എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഒരു ലിയർജെറ്റ് 45 എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റാണ് ഉപയോഗിച്ചിരുന്നത്. വിമാനം തകർന്നു പോയി, അത് കത്തി പോവുകയാണ് ഉണ്ടായത്. ലിയർജെറ്റ് വളരെ നല്ല ഒരു എക്സിക്യൂട്ടീവ് എയർക്രാഫ്റ്റാണ്. ഒരു നാരോ ബോഡി എയർക്രാഫ്റ്റാണ്. 2 എഞ്ചിൻ ഉള്ള ഒരു വിമാനമാണ്. ഈ ലിയർജെറ്റ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ പേരാണ്. നമ്മളിപ്പോൾ എയർബസ്, ബോയിങ് എന്നൊക്കെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ആളുകൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്. ഈ ലിയർജെറ്റ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ പേരാണ് അല്ലേ? എയർബസിന് തുല്യമായിട്ടുള്ള പേര് ബൊംബാർഡിയർ എന്നാണ്. ബൊംബാർഡിയർ എന്നാണ് കമ്പനിയുടെ പേര്. ആ കമ്പനി നിർമ്മിക്കുന്ന ഒരു വിമാനമാണ് ലിയർജെറ്റ്. അതിൽ തന്നെ പല സീരീസ് ഉണ്ട്, 45C അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിഫറെൻറ്റ് സീരീസ് ഓഫ് എയർക്രാഫ്റ്റുകൾ ഇറക്കാറുണ്ട്. അതിൽ ഒരു ടൈപ്പാണ് ലിയർജെറ്റ് 45 എന്ന് പറയുന്നത്. അത് ജനറലി ഒരു നാരോ ബോഡി എയർക്രാഫ്റ്റാണ്, ചെറിയ വീതി കുറഞ്ഞ. പിറകിലാണ് അതിൻ്റെ എഞ്ചിൻ, അതിൻ്റെ ഫ്യൂസിലേജിൽ തന്നെയാണ് എഞ്ചിൻ മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വേറൊരു പ്രത്യേകത, അത് ലോ വിങ് ആണ്. നമ്മൾ സാധാരണക്കാരന വിമാനങ്ങളൊന്നും ലോ വിങ് ആവാറില്ല. അതിൻ്റെ വിങ് താഴെയാണ്. സ്റ്റെബിലിറ്റി കുറച്ച് കൂട്ടുന്നതാണ് ഈ വിമാനത്തിൻ്റെ കോൺഫിഗറേഷൻ. അപ്പോൾ അതാണ് ആ എയർക്രാഫ്റ്റിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. നാരോ ബോഡി എയർക്രാഫ്റ്റ് ആയിരുന്നു. ഇതൊരു കാറ്റഗറി C എയർക്രാഫ്റ്റാണ്. കാറ്റഗറി C എന്ന് പറയുന്നത് അതിൻ്റെ അപ്രോച്ച് സ്പീഡ് വെച്ചിട്ടാണ് കാറ്റഗറൈസ് ചെയ്യണത്. അപ്പോൾ അതിൽ ഇത് ബോയിങ് 737നോടോ അല്ലെങ്കിൽ എയർബസ് 320ഓടോ ഒക്കെ അടുത്ത് നിൽക്കുന്ന ഒരു അപ്രോച്ച് സ്പീഡ് ഉള്ളത് കൊണ്ട് അത് അവയുടെ സെയിം കാറ്റഗറിയിലാണ് അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു കാറ്റഗറി C ടൈപ്പിലുള്ളൊരു എയർക്രാഫ്റ്റാണ്. ഇൻസിഡൻ്റലി ഈ എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്തത് 2010 എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഏകദേശം 15 വർഷം പഴക്കമുണ്ടായിട്ടാവണം. അപ്പോൾ ഈ വിമാനത്താവളത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഒരു കാര്യങ്ങൾ കൂടെ ഒന്ന് പറയുമോ? ബാരാമതിയിൽ ഒരു ഏവിയേഷൻ ടെർമിനോളജിയിൽ പറയുകയാണെങ്കിൽ ഒരു VFR എയർഫീൽഡാണ്. VFR എയർഫീൽഡ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഫ്ലൈറ്റ് റൂൾസ് ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർപോർട്ടാണ്. അവിടെ എയർ ട്രാഫിക് കൺട്രോൾ തീരെ ഇല്ലാത്ത ഒരു എയർഫീൽഡാണ് അവിടെ. ഒരു ATC എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെൻറ്റ് അവിടെ ഇല്ല. പകരം അവിടെ ഉള്ളതൊരു ഫ്ലൈയിങ് ക്ലബ്ബുകളാണ് ഇതിനെ ജനറലി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവരുടെ ഒരു അറേഞ്ച്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു റൂഡിമെൻ്ററി എസ്റ്റാബ്ലിഷ്മെൻ്റ് അവിടെ ഉണ്ടാവണം. അവർ ഫ്ലൈറ്റ് ഇൻഫർമേഷൻസ് പൈലറ്റുകൾക്ക് പാസ് ചെയ്യാറുണ്ടാവണം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ. ഏത് ഫ്രീക്വൻസിയാണെന്ന് എനിക്കറിയില്ല, അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന പൈലറ്റുമാർക്ക് അറിയാമായിരിക്കും ഏത് ഫ്രീക്വൻസിയിൽ അന്വേഷിച്ചാൽ അവർക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്നു. അപ്പോൾ ജനറലി അവിടുത്തെ ലോക്കൽ വെതർ അങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷനും റൺവേയുടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ നോൺ അവൈലബിലിറ്റി, അതിനകത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ റൺവേയിൽ, അങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ ഒരു പക്ഷേ അവർ പാസ് ചെയ്യുന്നുണ്ടാവും വരുന്ന എയർക്രാഫ്റ്റുകൾക്ക്. പക്ഷേ ഒരു ഓർഗനൈസ്ഡ് എയർ ട്രാഫിക് കൺട്രോൾ അറേഞ്ച്മെൻറ്റ് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ആതറൈസ്ഡ് സർവീസ് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്നൊരു സർവീസ് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ എയർ ട്രാഫിക് കൺട്രോൾ സർവീസ് എന്ന് പറയുന്നത് ഈ ഏവിയേഷനിലെ സേഫ്റ്റിയെ നമ്മൾ ഒരു ലേഡ് പ്രോസസ്സായിട്ടാണ് കാണുക. നമ്മളതിനെ ഒരു സ്വിസ് ചീസ് എന്ന് പറയുന്ന ഒരു മോഡലിൽ അതിനെ മോഡൽ ചെയ്യാറുണ്ട്. സ്വിസ് ചീസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഹോളുള്ള ചീസ് പീസസിനെയാണ് സ്വിസ് ചീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചീസസിനെ നമ്മളിങ്ങനെ ലെയേഴ്സായിട്ട് വെച്ചാൽ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കണമെങ്കിൽ ആ ഇൻസിഡൻറ്റിനൊരു ട്രാജക്ടറി ഉണ്ട്. ഇപ്പോൾ ബാരാമതി എയർപോർട്ടിൽ വിസിബിലിറ്റി കുറവാണ്. അപ്പോൾ ആ ഇൻഫർമേഷൻ ക്ലിയറായിട്ട് ആ എയർക്രാഫ്റ്റിന് കിട്ടിയാൽ, അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പൈലറ്റ് വിചാരിക്കുകയാണ് എന്നാലും കുറച്ചുകൂടി ഡിസെൻഡ് ചെയ്തിട്ട് റൺവേ കാണാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറയുമ്പോൾ ആ സ്വിസ് ചീസിൻ്റെ ഒരു ഹോളിൽ കൂടെ ആണത് കടന്നു പോകുന്നത്. അതേസമയം അവിടെ ഒരു എയർ ട്രാഫിക് കൺട്രോൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ എയർ ട്രാഫിക് കൺട്രോൾ അവരുടെ അടുത്ത് പറയുക, യു കനോട്ട് മേക്ക് ആൻ അപ്രോച്ച്, ഇപ്പോൾ ഒരു അപ്രോച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിസിബിലിറ്റി ഇവിടെ ഇല്ല എന്നായിരിക്കും പറയുക. അപ്പോൾ പൈലറ്റിന് പിന്നെ രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇവിടെ ഓപ്ഷൻ പൈലറ്റിന് മാത്രം അവൈലബിൾ ആയതുകൊണ്ട് ഒരു പക്ഷേ ആ ഓപ്ഷൻ പൈലറ്റ് ഉപയോഗിക്കുകയും ആ ഒരു ഇടുക്കിലൂടെ പുള്ളി അടുത്ത ലെയറിലേക്ക് പാസ് ചെയ്യുകയും രണ്ടാമത്തെ ലെയറിൽ വിമാനം വീണ്ടും പറന്നുയരാനോ അങ്ങനെ എന്തെങ്കിലും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. അത് ചെയ്യാൻ പറ്റാതെയും കൂടെ ആകുമ്പോഴാണ് അങ്ങനെ ചീസസിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സിലുള്ള ചെറിയ ചെറിയ വിള്ളലുകളിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു ആക്സിഡൻറ്റ് ഫൈനലി ഒക്കർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ലെയറുകൾ ഫെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ATC അതും ഇതിന് പറ്റിയ അല്ലെങ്കിൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ലെയറാണ്. ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ലെയറാണ്
അതവിടെ മിസ്സിങ് ആയിരുന്നു ടോട്ടലി. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴുള്ള വാർത്തകൾ സത്യത്തിൽ ഈ കാലാവസ്ഥ അത്ര പ്രതികൂലമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ആളുകൾ കാണുന്നത് അതിൻ്റെ ഈ CCTV ദൃശ്യങ്ങളൊക്കെയാണ്. അവിടെ അങ്ങനെ മഴയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ളപ്പോഴാണല്ലോ നമ്മൾ പൊതുവെ കാലാവസ്ഥ പ്രതികൂലമാണെന്ന് പറയുന്നത്. സത്യത്തിൽ അത് മാത്രമാണോ ഈ കാലാവസ്ഥ പ്രതികൂലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക? ഒരു എന്താ പറയുന്നത്, ഊഹത്തിൽ നിന്ന് മാത്രമേ ഇപ്പോൾ ഒരു ഉത്തരം പറയാൻ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കാലാവസ്ഥ വിമാനത്തിൻ്റെ ഫ്ലൈയിങ്ങിനെ നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര മോശമായിട്ടൊന്നും ബാധിക്കില്ല. പക്ഷേ കാലാവസ്ഥയെ നമ്മൾ ഒഴിവാക്കി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് ഇതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. ഒരു പൈലറ്റിന് ലാൻഡ് ചെയ്യാൻ അപ്രോച്ച് ചെയ്യാൻ പോകുമ്പോൾ ഒരു പൈലറ്റിന് വേണ്ടുന്നത് ഒന്ന് പ്രധാനമായും റൺവേ കാണാൻ പറ്റണം. അപ്പോൾ അവിടെ ആവശ്യമുള്ളത് വിസിബിലിറ്റിയാണ്. അപ്പോൾ വിസിബിലിറ്റി ബാഡ് ആയാലും മോശമായാലും അതിനെ കാലാവസ്ഥ പ്രതികൂലമായി എന്നാണ് നമ്മൾ പറയുക. പക്ഷേ നമുക്കില്ലാതിരുന്നത് വിസിബിലിറ്റിയാണ്. വിസിബിലിറ്റി ഇല്ലാതാകുന്നതിന് പല കാരണങ്ങളുണ്ടാകാം. ഫോഗ് കൊണ്ടാകാം, ഒരു ക്ലൗഡ് പാസ് ചെയ്താൽ വിസിബിലിറ്റി ഇല്ലാതാവാം. ഈവൻ എന്തിനും നമ്മൾ സൂര്യപ്രകാശം നേരിട്ട് നമ്മളെ കണ്ണിലടിച്ചാലും നമുക്കൊരു ഡാസ്ലിംഗ് ഇഫക്റ്റ് കൊണ്ട് നമുക്ക് വിസിബിലിറ്റി നഷ്ടപ്പെടും. അതെ, ഈ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ അങ്ങനെ ഒരു കാറോ സ്കൂട്ടറോ ഒക്കെ ഓടിക്കുമ്പോൾ. അതുപോലെ ലേസർ ലൈറ്റ് നമ്മൾ സിറ്റിയിലൊക്കെ കൂടെ പോകുമ്പോൾ ലേസർ ലൈറ്റിൻ്റെ ഒരു പ്രാവശ്യം നമ്മളെ കണ്ണിലടിച്ചാൽ കുറച്ച് നേരത്തേക്ക് നമ്മൾ ബ്ലൈൻഡ് ആവുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ആ റൺവേ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പക്ഷേ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് വന്നിട്ട് വിമാനത്തിനെ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ യു വിൽ ലൂസ് എ ലോട്ട് ഓഫ് ടൈം ഉണ്ട്. കാരണം അത്രയും ഫാസ്റ്റായിട്ട് വിമാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. വിശേഷിച്ചും ഒരു അപ്രോച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ വിമാനം വളരെ താഴ്ചയിലേക്ക് വരുമ്പോൾ ഇത്തരം വലിയൊരു മാനിപ്പുലേഷനുള്ള സമയമൊന്നും അവിടെ ഉണ്ടാവില്ല. എവറി സെക്കൻഡ് റിയലി കൗണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിനെയാണ് നമ്മൾ കാലാവസ്ഥയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കാലാവസ്ഥ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഈ പറയുന്നത് റൺവേ 11 എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഏകദേശം ഈസ്റ്റിന് ഉള്ള ഡയറക്ഷനിലേക്കാണ്. 090 അല്ലെങ്കിൽ 90 ഡിഗ്രീസിലാണ് ഈസ്റ്റ് വരിക. അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നത് 90 ഡിഗ്രീസിലാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം സൂര്യനടുത്തേക്ക് ആവാം ഒരു പക്ഷേ പൈലറ്റ് നോക്കുക. അങ്ങനെയും ഒരു പക്ഷേ പൈലറ്റിന് വിഷ്വൽ കോണ്ടാക്റ്റ് റൺവേയിൽ ഉണ്ടാക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടാവാം. ഓക്കെ, ഈ ഇതിനകത്ത് നമ്മൾ ഈ വിമാനാപകടം, പ്രത്യേകിച്ച് ഈ വിമാനാപകടം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അതിനകത്തുണ്ടായിരുന്ന VVIPയുമായി ബന്ധപ്പെട്ടാണ്. സാധാരണ എനിക്ക് തോന്നുന്നു ഇതൊരു ഫ്ലൈയിങ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട, അവിടെ തന്നെ ഒരു ഫ്ലൈയിങ് ക്ലബ്ബ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു പരിശീലന പറക്കലിനിടയിൽ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടു. ആ പരിശീലകനും അല്ലെങ്കിൽ ആ കൂടെ ഉണ്ടായിരുന്ന ആളും മരിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു 2-3 വരി വാർത്തയിൽ അവസാനിക്കും. ഇത് അജിത് പവാർ ആയതുകൊണ്ടാണ് ഈ വലിയ വാർത്തയുടെ ഒരു ഇമ്പോർട്ടൻസ് ഇതിന് കിട്ടുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ VIP-കളൊക്കെ വിമാനങ്ങളിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ തരം സമ്മർദ്ദങ്ങളാണ് പൈലറ്റുമാരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമൊക്കെ നേരിടേണ്ടി വരിക? സാധാരണ ഒരു VIP റോഡിലൂടെ പോകുമ്പോൾ തന്നെ ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. അതിന് പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ ആകാശത്തും ഇത്തരത്തിലുള്ള എന്താ പറയുന്നത് പ്രയോറിറ്റിയൊക്കെ ഇവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതെ, തീർച്ചയായും കൊടുക്കേണ്ടി വരുന്നുണ്ട്. നമ്മുടെ VIP ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അതിന് എല്ലാ രാജ്യങ്ങളിലും അതിൻ്റേതായ ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ടാവും എങ്ങനെയായിരിക്കും VIP ഫ്ലൈറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിലുള്ളൊരു പ്രധാന മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ VIP എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ VIP ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രസിഡൻറ്റിൻ്റെയോ വൈസ് പ്രസിഡൻറ്റിൻ്റെയോ പ്രൈം മിനിസ്റ്ററിൻ്റെയോ ഫ്ലൈറ്റാണ്. അത്തരം വിമാനങ്ങൾ, അത്തരം ഫ്ലൈറ്റുകൾ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുകയും അതിന് പ്രത്യേകം മോസ്റ്റ്ലി അതിനൊരു എക്സ്ക്ലൂസീവ് എയർക്രാഫ്റ്റ് തന്നെ ഉണ്ടാവും. അതിനൊരു പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ക്രൂ ഉണ്ടാവും. മിക്കവാറും എപ്പോഴും തന്നെ വളരെ ജാഗ്രതയോടുകൂടി എല്ലാ നിയമങ്ങളും പാലിച്ചിട്ട് തന്നെയാണ് ആ 3 വിമാനങ്ങളും അതിൻ്റെ ഫ്ലൈയിങ്ങും നടക്കാറുള്ളത്. അപ്പോൾ അതിന് വിമാനത്തിന് മുമ്പ് എത്ര നേരത്തെ നമുക്ക് വിമാനം ആ എയർപോർട്ടിൽ വേറെ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാം, അതിൽ നിന്ന് മറ്റു വിമാനങ്ങൾക്ക് എത്ര ദൂരം അകലം പാലിക്കണം, അങ്ങനെയൊക്കെയുള്ളതിനെല്ലാം നിഷ്കർഷകളുണ്ട്. അതനുസരിച്ചിട്ട് തന്നെ അത് സാധാരണ ഓപ്പറേറ്റ് ചെയ്യപ്പെടും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് VIPs എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അവർ സ്വന്തമായി പറയുന്നത് എങ്ങനെയായിട്ടുള്ള VIPs വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടാകുക. കാരണം അവിടെ ഒരു ലെയ് ഡൗൺ പ്രൊസീജിയർ
അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ സമ്മർദ്ദങ്ങൾ ആണ് ഈ സമയം പാലിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. താമസിച്ച് തിരിക്കുകയും നേരത്തെ എത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഉള്ള ശ്രമത്തിൽ ആയിരിക്കാം ഒരു പക്ഷേ സമ്മർദ്ദങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ സമ്മർദ്ദം നിരന്തരം ഉണ്ടാകാറുണ്ട്. അത് പൈലറ്റിന് ഉണ്ടാകുമായിരിക്കും. അതിനെ ഫിൽട്ടർ ചെയ്തിട്ടൊരു ഭാഗം എയർ ട്രാഫിക് കൺട്രോളിലേക്കും വരാറുണ്ട്. നമ്മളും അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഫേസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആവശ്യങ്ങൾ പലരും ഉന്നയിച്ചും കാണാറുണ്ട്. അല്ല, അങ്ങനെയുള്ള ഇപ്പം വർഷങ്ങളായിട്ട് 30 വർഷത്തിലധികം ഈ മേഖലയിൽ ജോലി ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ, ഒരു എയർ ട്രാഫിക് കൺട്രോളർ ആയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. ഇങ്ങനത്തെ VIP വിമാനങ്ങളും VIP വിമാനങ്ങളും ഒക്കെ അതിനൊക്കെ ഉള്ള അനുമതികളൊക്കെ കൊടുക്കണമല്ലോ. അപ്പം വ്യക്തിപരമായി അങ്ങനെ ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പലതരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാനിപ്പോൾ എനിക്ക് ഓർക്കാൻ കഴിയുന്നൊരു അനുഭവം എന്ന് പറയുന്നത്, ഒരു വർഷങ്ങൾക്ക് മുമ്പ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ വെച്ചിട്ടുണ്ടായതാണ്. അന്ന് ശ്രീമാൻ K. കരുണാകരൻ മരിച്ച സമയത്തേക്ക് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് സോണിയാഗാന്ധി വരികയായിരുന്നു. അപ്പോൾ സോണിയാഗാന്ധി അന്ന് ഇന്ത്യയിലെ ഒരു സീനിയർ മോസ്റ്റ് അല്ലെങ്കിൽ VIP ആണ്. എന്നാൽ VIP പ്രോട്ടോക്കോളുകൾ ഫോളോ ചെയ്യേണ്ടാത്ത ഒരു VIP ആയിരുന്നു. പ്രസിഡന്റോ അങ്ങനെ ആ നിലവാരത്തിലുള്ള പ്രധാനമന്ത്രിയോ അല്ലാത്ത ഒരു VIP. അപ്പോൾ ആ ഫ്ലൈറ്റ് VIP ഫ്ലൈറ്റ് വരണ്ടായിരുന്നു. അത് ആള് VIP ആണ് എന്നുള്ള കാര്യം നമുക്കും അറിയാമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പ്ലാനിങ് അപ്പോൾ അതിനുണ്ടാവും. എയർ ട്രാഫിക് കൺട്രോൾ ചെയ്യുമ്പോൾ അതിനൊരു പ്ലാനിങ് ഉണ്ടാവും. എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഫ്ലൈറ്റിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക, അതിന് തീരെ ഡിലേ ഇല്ലാത്ത രൂപത്തിൽ എപ്പോഴും അത് കൈകാര്യം ചെയ്യാൻ പറ്റും. മറ്റേ എയർക്രാഫ്റ്റുകൾക്ക് അധികം ഒരു ബുദ്ധിമുട്ട് വരാതെയും ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തിന് അടുത്തെത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന റഡാർ സിസ്റ്റം ഫെയിലായി. അപ്പോൾ ഈ ഫ്ലൈറ്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് റഡാറിൽ ഈ എയർക്രാഫ്റ്റിനെ മറ്റു വിമാനങ്ങളുടെ താഴേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമായിരുന്നു. കാരണം ഇത് കുറച്ച് പൊക്കത്തിലായിരുന്നു ഈ വിമാനം മുകളിൽ നിന്ന് വരുമ്പോൾ തന്നെ. അപ്പോൾ അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രൊസീജിയർ എന്നാൽ, റഡാർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് മറ്റ് ടൈപ്പ് ഓഫ് സെപ്പറേഷൻസ് ആണ് അപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ അത് കുറച്ച് ലബോറിയസ് ഒരു പ്രോസസ്സാണ്. എയർക്രാഫ്റ്റിനെ നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് പിന്നെ പുറത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ല, ബട്ട് അത് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ. അതിനേക്കാളും കുറച്ചുകൂടെ സൗകര്യപ്രദമായിട്ട് ഇതിനെ താഴെ കൊണ്ടുവരാതെ തന്നെ അതേ ഡിലേയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിൽ നമ്മൾ ഈ എയർക്രാഫ്റ്റിൻ്റെ ഡിസൈനിനെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ. അപ്പോൾ പൈലറ്റ് പറഞ്ഞു, മാഡം ഈസ് ഓൺ ബോർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന് ഓരോരുത്തർക്കും അവരുടേതായ രൂപത്തിൽ ഗണിക്കാവുന്നതാണ്. ഓക്കെ. ബട്ട് സ്റ്റിൽ ദാറ്റ് ക്യാരീസ് എ ലോട്ട് ഓഫ് വെയിറ്റ്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെ നമ്മൾ ചെയ്താലും ഇത്രയും ഡിലേ ആ എയർക്രാഫ്റ്റിന് ഉണ്ടാവും. അപ്പോൾ അത് വളരെ സൗകര്യാർത്ഥം ഞാൻ ആ പൈലറ്റിനോട് പറഞ്ഞിരുന്നു, ഇത് ഡിലേ എന്ന് പറയുന്നത് ഇത് രണ്ടിനും തുല്യമായിരിക്കും, ഇത് കുറച്ചുകൂടെ സേഫ് ആൻഡ് ബെറ്റർ ഒരു പ്രൊസീജിയറാണെന്ന് പറയുകയും പിന്നെ പൈലറ്റ് അതുപോലെ തന്നെ പെരുമാറുകയുമാണ് ചെയ്തത്. പിന്നെ ഫർദർ ഒരു പുഷോ അല്ലെങ്കിൽ പ്രഷറോ ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. ഓക്കെ. പക്ഷേ ജനറലി നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഡിഫൻസ് എയർക്രാഫ്റ്റുകളിൽ നിന്നാണ്. ഓക്കെ. ഡിഫൻസ് എയർക്രാഫ്റ്റുകളിൽ ഡിഫൻസിൽ ഒരുപാട് VIPs ഉണ്ട്. അവരുടെ ഹൈറാർക്കി വെച്ചിട്ട് പലരെയും VIP എന്ന് പറഞ്ഞിട്ട്, പിന്നെ രണ്ടാമത് അവർക്ക് കമ്മിറ്റ്മെൻറ്റുകളും കൂടുതൽ ഉണ്ടാവുമായിരിക്കണം. സമയത്ത് എത്താനുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കമ്മിറ്റ്മെൻറ്റ് കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ പൈലറ്റുമാർ അതിശക്തമായി പ്രഷറൈസ് ചെയ്യാറുണ്ട് പ്രിയോറിറ്റിക്ക് വേണ്ടിയിട്ട്. അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യുന്നു, ഇല്ലാത്തപ്പോൾ ചെയ്യുന്നില്ല. പക്ഷേ അത് ഇറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി പ്രാക്ടീസ് എന്നാണ് ഇത്രയും വർഷത്തെ സേവനത്തിന് ശേഷം എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. ഈ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അന്നൊരു ഇതുണ്ടായി. ശരിക്കും അത് സോണിയാഗാന്ധി ഒരു പക്ഷേ അറിയുന്ന പോലും ഉണ്ടാവില്ല. സത്യത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും, കാരണം നിങ്ങളൊക്കെ ആ സമയത്ത് സർക്കാർ ഉദ്യോഗസ്ഥരാണല്ലോ, പ്രതികാര നടപടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമോ, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഇല്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും ആർക്കെങ്കിലും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. എൻ്റെ ചുറ്റുപാടും അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ
അങ്ങനെയും ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. നമ്മളിപ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് നമ്മളെ സിസ്റ്റത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒരു പക്ഷേ സാധ്യമാവാം. അതിനെ ആൾക്കാർക്ക് പേടിയും ഉണ്ടാവാം. അത് അവരെ ഈ കോർണർ കട്ട് ചെയ്യാനും ഈ സിസ്റ്റീസിൻ്റെ ഒരു ബ്ലോക്ക് ക്രോസ് ചെയ്യാൻ അനുവദിക്കാനും ഒക്കെ അത് തയ്യാറാവണം. നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ടത് അവിടെ വെച്ച് തന്നെ ഫിൽട്ടർ ചെയ്താൽ അത് പ്രൊപ്പഗേഷനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അല്ലെ, പൈലറ്റുമാരായിട്ടുള്ള നിരവധി സുഹൃത്തുക്കളും കാണുമല്ലോ. കാരണം ഇത്രയും വർഷം ഇതിൽ ജോലി ചെയ്ത ഈ പൈലറ്റുമാർ, ഈ പ്രത്യേകിച്ച് ഈ VIP-കളുടെയൊക്കെ വിമാനം പറത്തുന്ന VIP-കളുടെ വിമാനം പറത്തുന്ന പൈലറ്റുമാർ വളരെ സ്വാഭാവികമായിട്ടും വ്യോമസേനയിലൊക്കെ ഉള്ളവർ തന്നെയാകാനാണ് സാധ്യത എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ VIP-കളുടേതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. VIP-കൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള VIP-കളുണ്ട്, സിനിമ മേഖലയിലുള്ളവർ കാണും, ബിസിനസ് വലിയ സമയത്തിന് വലിയ വിലയുള്ള ബിസിനസ് മേഖലയിലുള്ളവരൊക്കെ കാണും. അപ്പോൾ അങ്ങനത്തെ പൈലറ്റുമാരൊക്കെ ഈ അവരുടെ സമ്മർദ്ദമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലുമൊക്കെ സൗഹൃദ വേളയിലൊക്കെ ഇതുപോലെ നല്ല പ്രഷറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? കാരണം ഇങ്ങനെ ഈ അപകടകരമായി ലാൻഡ് ചെയ്യുവാൻ അവർ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഈ സാധാരണ ഒരു കാറോ അല്ലെങ്കിൽ ഒരു ബൈക്കോ ഒന്നും ഓടിക്കുന്നത് പോലെ ഒന്നല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് ചോദിക്കുന്നത്. ടിറ്റോ ചോദിച്ചത് കൊണ്ട് ഞാനതിനൊന്ന് കാറ്റഗറൈസ് ചെയ്ത് പറയാം. ഓക്കെ. നോർമലി ഈ ബിസിനസ്മാൻ അവർക്ക് സമയത്തിൻ്റെ വില അറിയും. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും താമസിച്ചെത്താൻ തക്കവണ്ണം ആദ്യം മുതലേ പ്ലാൻ ചെയ്യില്ല. ഓക്കെ. അവർ കൃത്യമായ സമയത്ത് പുറപ്പെടും. മേ ബി ഒരു 10-15 മിനിറ്റ് നേരത്തെ പുറപ്പെടും. സോ അവിടെ പോയിട്ട് അവർക്ക് തയ്യാറായിട്ട് അവരുടെ ബിസിനസ് ഡീലിൽ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങൾ വളരെ അപൂർവമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ. ഈ ഇഷ്യൂസ് നോർമലി വരുന്നത് ഒന്ന് രാഷ്ട്രീയ നേതൃത്വത്തിലാണ്. ഓക്കെ. രാഷ്ട്രീയ നേതൃത്വത്തിൽ പലപ്പോഴും രാഷ്ട്രീയ നേതാവിനേക്കാൾ ഉപരി രാഷ്ട്രീയ നേതാവിനെ പ്രസൻറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു രണ്ടാമത്തെ ലെയറിലുള്ള ആൾക്കാരായിരിക്കും അതിന് പ്രഷറൈസ് ചെയ്യുക. ഓക്കെ. അത് നമ്മൾ കാണുന്നത് ഈ പൈലറ്റും ആയിട്ടുള്ള ഇൻട്രാക്ഷൻ മാത്രമല്ല, ഗ്രൗണ്ടിലും എയർപോർട്ടുകളിൽ VIP റൂം കിട്ടുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും പൊളിറ്റീഷ്യൻ നേരിട്ട് അറിയാതെ തന്നെ ചുറ്റുള്ള ഒരു ഗ്രൂപ്പ് ഇതിനു വേണ്ടി ഒരു പ്രഷറൈസ് ചെയ്യാറുണ്ട്. പക്ഷേ എയറിലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടുമ്പോഴത്തേക്ക് അത് ഇതുപോലുള്ള വലിയ വലിയ ദുരന്തങ്ങളിലേക്കും, ഇതുപോലെ എന്ന് ഞാൻ പറയുന്നില്ല, ഇത് അങ്ങനെയാണെന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്തെങ്കിലും ദുരന്തങ്ങളിലേക്കും ഒരു പക്ഷേ നീളാനുള്ള സാധ്യതയുണ്ട്. ഏവിയേഷനിൽ ആക്സിഡൻറ്റുകൾ നമ്മൾ റോഡ് ആക്സിഡൻറ്റിനേക്കാളും വളരെ വളരെ കുറവായതുകൊണ്ട് ഒരു ആക്സിഡൻറ്റ് നമുക്ക് വളരെയധികം ക്യൂരിയോസിറ്റി ഉണ്ടാക്കും. അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ചറിയാനും അതെന്തുകൊണ്ടുണ്ടായി എന്നറിയാനും സാധാരണ ജനങ്ങൾക്കും അതുപോലെ തന്നെ അതിൽ ടെക്നിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. റോഡിൽ ഇതുപോലൊരു ആക്സിഡൻറ്റിൽ ഒരു പൊളിറ്റീഷ്യൻ ഇൻവോൾവ് ചെയ്താലും ഇത്രത്തോളം ഒരു നിരന്തരമായ ഒരു അന്വേഷണം അതിൻ്റെ പിന്നിൽ ഉണ്ടാകാറില്ല. കാരണം അത് കൂടുതൽ ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇതിന് കൂടുതൽ സസെപ്റ്റബിൾ ആയതുകൊണ്ടായിരിക്കാം അത്തരം കൂടുതൽ ഒരു തീക്ഷ്ണമായ അന്വേഷണം വരാറില്ല. ഓക്കെ. പിന്നെ ഞാൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്, ഈ അജിത് പവാറിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് കേട്ട മറ്റ് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വിമാനവുമായി ബന്ധപ്പെട്ടുള്ള പല പരിശോധനകളുണ്ടല്ലോ. ഇതിപ്പം നമ്മൾ വണ്ടിയൊക്കെ റീടെസ്റ്റ് ചെയ്യുക എന്ന് പറയുമല്ലോ. 15 വർഷമാകുമ്പോൾ നമ്മൾ വാഹനം റീടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ വിമാനവും അത്തരത്തിൽ ചെയ്യേണ്ടതില്ലേ? അതായത് ഇതിനൊരു ഒന്നുകൂടെ എല്ലാം റെഡിയാക്കി കൊണ്ടുവരേണ്ടതില്ലേ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ എല്ലാ വിമാനങ്ങളിലും ഒരു കൃത്യമായി അത് ഒരു പ്രോട്ടോക്കോൾ പോലെ അത് പിന്തുടരാറുണ്ടോ? അല്ലാത്ത വിമാനങ്ങൾക്കൊക്കെ പറക്കാനുള്ള അനുമതിയൊക്കെ കിട്ടാറുണ്ടോ? വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ അത് ബൈപ്പാസ് ചെയ്ത് എന്നാൽ ഇത് ചെയ്യേണ്ട ദിവസം ഇപ്പം നമ്മുടെ പുക പരിശോധനയുമായി ബന്ധപ്പെട്ട് ഞാനൊരു കറക്റ്റായിട്ടുള്ളൊരു ഉദാഹരണം അല്ലെങ്കിൽ കൂടി പിടിച്ചു കഴിയുമ്പോൾ പറയാം, അയ്യോ ഇന്നലെയാണ് തീർന്നത്, ഇന്ന് ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പോലീസുകാർ വിചാരിക്കാം ചിലപ്പോൾ മറന്നുപോയതായിരിക്കും, പോട്ടെ ഫൈൻ അടിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഈ വിമാനത്തിൻ്റെ കേസിൽ അങ്ങനെയൊന്ന് സാധ്യമാണോ? റീടെസ്റ്റ് ചെയ്യേണ്ടിടത്ത് അല്ലെങ്കിൽ പരിശോധനകൾ നടത്തേണ്ടിടത്തൊക്കെ ഇത് കൃത്യമായി ചെയ്യാതെ ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒക്കെ ഡിലേഡ് ആകുക എന്ന് പറയുന്നത് സാധ്യമാണോ? അങ്ങനെ വിമാനങ്ങൾ പറത്താൻ പറ്റുന്നതാണോ? ഈ പുക പരിശോധനയുടെ ഉദാഹരണം പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. പുക പരിശോധന ഒരു പക്ഷേ ഒരു ദിവസം താമസിച്ചാൽ അല്ലെങ്കിൽ 2 ദിവസം താമസിച്ചാൽ അതൊരു ഡിസൈറബിൾ ആക്ടിവിറ്റിയാണ്. അത് എൻവയോൺമെൻറ്റൽ പൊള്യൂഷൻ കുറയ്ക്കുക, ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ഗ്ലോബിനുണ്ടാക്കുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവോടുകൂടി ചെയ്യുന്ന കാര്യമാണ്.
പക്ഷേ ഏവിയേഷനിൽ വിശേഷിച്ചും അതിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ ചെക്കുകൾ എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിൻ്റെ എസെൻഷ്യൽ കമ്പോണൻസ് വർക്ക് ചെയ്യുന്നതിൻ്റെ എഫിഷ്യൻസിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇത്രത്തോളം ഒരു ലീവ് വേ നമുക്ക് തരില്ല. ഇതൊരു ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന ഒരു ആവശ്യം നമ്മൾ ഇന്ന് മുൻകരുതലായി ചെയ്യുന്നൊരു കാര്യമാണ്. മറ്റേത് എയർക്രാഫ്റ്റിന് അത്രത്തോളം ഫിറ്റ്നസ് ഇല്ലെങ്കിൽ അതിന് പറന്നാൽ അത് അപകടത്തിലേക്ക് നീങ്ങാമെന്നുള്ളൊരു കാര്യമായതുകൊണ്ട് അതിന് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ലാക്സിറ്റി അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ എപ്പോഴും അതിനൊരു എയർ വർത്തിനെസ് വേണം. ഇറ്റ് ഷുഡ് ബി എയർ വർത്തി ടു ഫ്ലൈ ഇൻ ദ എയർ. അപ്പോൾ പുകപരിശോധന എന്ന് പറയുന്നത് കാറിൻ്റെ ഒരു മിനിമം അതിൻ്റെ എയർ വർത്തി എന്ന് പറയും പോലെ അതുപോലെ ഒരു ഗ്രൗണ്ട് വർത്തി ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റർ അല്ല. പക്ഷെ മറ്റേതെന്ന് വെച്ചാൽ എയർ വർത്തിനെസ്സിന് വേണ്ടുന്ന റിക്വയർമെൻറ്റുകളാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പലതരം ടെസ്റ്റുകളുണ്ട്. ടെസ്റ്റുകളെ എ ചെക്ക്, ബി ചെക്ക്, അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. CD എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ചിലത് എല്ലാ ദിവസവും ചെയ്യേണ്ടുന്നതാവാം, ചിലത് ഓരോ ഫ്ലൈറ്റ് കഴിയുമ്പോൾ ചെയ്യേണ്ടതാവാം. ഇപ്പോൾ നമ്മൾ സാധാരണ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എയർക്രാഫ്റ്റിൽ നമ്മൾ കയറുമ്പോൾ നമ്മൾ സാധാരണ യാത്ര ചെയ്യുന്ന ഒരു കമേഴ്സ്യൽ ഫ്ലൈറ്റിലാണെങ്കിലും പൈലറ്റ് ഇറങ്ങി ചുറ്റും ആ എയർക്രാഫ്റ്റിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നു നോക്കുന്നത് കാണാം. അത് ഓരോ ഫ്ലൈറ്റ് കഴിയുമ്പോഴും പൈലറ്റ് ചെയ്യേണ്ടുന്ന ചില ചെക്കുകളുണ്ട്. അപ്പോൾ അതെല്ലാം ആ പാർട്ടുകളെല്ലാം കമ്പോണൻറ്റുകളെല്ലാം ശരിയാണോ, അങ്ങനെയുള്ള പരിശോധന ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ചെയ്യേണ്ടുന്ന കുറേയധികം ചെക്കുകളുണ്ടാവും. അതിൻ്റെ വീല് പരിശോധിക്കുകയോ അണ്ടർ കാരേജ് പരിശോധിക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സീരീസ് ഓഫ് ടെസ്റ്റുകൾ അതിൻ്റെ എയർ വർത്തിനെസ്സുമായി ബന്ധപ്പെട്ട് പൈലറ്റും എൻജിനീയേഴ്സും പിന്നെ അതിൻ്റെ ഓണേഴ്സും എല്ലാം ചെയ്യേണ്ടതുണ്ടാവും. ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു സി ചെക്ക് എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റിനെ അതിൻ്റെ സർവീസിൽ നിന്ന് തന്നെ വിഡ്രോ ചെയ്തിട്ട് ഒരു മെയിൻ്റനൻസ് ഫെസിലിറ്റിയിലേക്ക് അയച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കിവിടെ എയർ ഇന്ത്യയുടെ ഒരു മെയിൻ്റനൻസ് ഫെസിലിറ്റി ഇവിടെയുണ്ട്, തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. അപ്പോൾ അവിടേക്ക് എയർക്രാഫ്റ്റുകളെ പലപ്പോഴും കൊണ്ടുവന്ന് 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ചെക്കുകൾ ചെയ്തിട്ടായിരിക്കും എയർക്രാഫ്റ്റിനെ കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെ ഒരു മെയിൻ്റനൻസ് ഫെസിലിറ്റിയിലേക്ക് അയച്ച് ചെയ്യേണ്ടുന്ന ചെക്കുകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വിവിധതരം ചെക്കുകളുണ്ട്. അപ്പോൾ ആ ചെക്കുകളെല്ലാം അതിൻ്റെ സമയാസമയങ്ങളിൽ തന്നെ ചെയ്ത് എയർക്രാഫ്റ്റിനെ എപ്പോഴും എയർ വർത്തിയാക്കി വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ 50 വർഷം പഴക്കമുള്ള ഒരു വിമാനമാണെങ്കിലും 5 വർഷം പഴക്കമുള്ള വിമാനമാണെങ്കിലും അത് എയർ വർത്തിയാണെങ്കിൽ ഇറ്റ് ഈസ് ഫിറ്റ് ടു ഫ്ലൈ. അതിന് പിന്നെ അതിൻ്റെ സേഫ്റ്റിയേക്കാളും കൂടുതലായിരിക്കുമെന്നോ കുറവായിരിക്കുമെന്നോ പറയാൻ പറ്റില്ല. മറ്റു പല കാര്യങ്ങളിലും വ്യത്യാസം വരാം. ഇപ്പോൾ എയർക്രാഫ്റ്റ് എഞ്ചിൻ്റെ കേപ്പബിലിറ്റിക്ക് വ്യത്യാസം വരാം, അല്ലെങ്കിൽ എഞ്ചിൻ പെർഫോമൻസ് ബെറ്റർ ആവാം, അല്ലെങ്കിൽ പുതിയ നാവിഗേഷനിലെ എയ്ഡ്സ് ഉണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരാം. അല്ലെങ്കിൽ അതിന് പറക്കാനുള്ള എയർ വർത്തിനെസ് എന്ന് പറയുന്നത് തുല്യമായി എല്ലാ വിമാനങ്ങൾക്കും അങ്ങനെ തുല്യമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അഹമ്മദാബാദ് വിമാനാപകടം നടന്നിട്ട് ഒരു വർഷമാകുന്നതിന് മുമ്പ് തന്നെ നടന്നൊരു വിമാനാപകടമാണ് ഈ അജിത് പവാറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വിമാനാപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്കൊരു ആശങ്കയുണ്ടാകുമല്ലോ. കാരണം ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ചില ആളുകൾക്ക് വിമാനത്തിൽ കയറാൻ തന്നെ ഭയങ്കര ഭയമാണ്. അതുകൊണ്ട് തന്നെ അവർ വിദേശത്തൊക്കെ ജോലി കിട്ടിയാൽ പോകാറേ ഇല്ല എന്നെൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിമാനത്തിൽ കയറാൻ ഭയമാണ്, അതുകൊണ്ട് എനിക്ക് വിദേശത്ത് ജോലിക്ക് പോകണമെങ്കിൽ വിമാനത്തിൽ കയറിയേ പോകാൻ പറ്റൂ. അദ്ദേഹം ഈ ലിഫ്റ്റിലും കയറാറില്ല എൻ്റെ അറിവിൽ. ഞാൻ അപ്പോൾ ഇതേപോലെ ആളുകൾക്ക് എന്തായാലും ഒരു കൗതുകവുമുണ്ട്, അതേസമയം തന്നെ ഭയവുമുള്ള ഒരു കാര്യമാണ് ഒരു വിമാനത്തിൽ കയറി. ഒരു കാറിൽ കയറുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ ഈ അപകടങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വരുമ്പോൾ എല്ലാവരും ഇതിലൊന്ന് ഭയക്കും. അപ്പോൾ ഇങ്ങനെ അപകടങ്ങൾ തുടർച്ചയായി വരുന്നത് കൊണ്ട് തന്നെ വ്യോമയാന യാത്ര അത്ര സുരക്ഷിതമല്ല എന്ന് പറയുന്നവരോടുള്ള ഒരു മറുപടി എന്താണ്? ഇപ്പോൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഇവിടെ അപകടത്തിൽപ്പെട്ടു, ഇത് ഇങ്ങനെ വന്നു. പലപ്പോഴും കേൾക്കാറുണ്ട് അടിയന്തരമായി നിലത്തിറക്കി അല്ലെങ്കിൽ പറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളത് കേൾക്കാറുണ്ട്. ഇതെന്തോ പ്രശ്നമുള്ള കേസാണ് എന്നുള്ള ഒരു സംസാരം നാട്ടിൽ വരുന്ന അങ്ങനത്തെ പല ഡിസ്കഷനും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ കമൻ്റൊക്കെ ആയിട്ട് ഇടുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത് ഇപ്പോഴും ഒരു സേഫസ്റ്റ് മോഡാണോ എന്നുള്ളത്. ചോദ്യം ശരിയായിരിക്കാം, പക്ഷേ അതിപ്പോഴും സേഫസ്റ്റ് മോഡാണെന്ന് മാത്രമല്ല, ഒരു ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് യുണൈറ്റഡ് നാഷൻസിൻ്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതുമായി അഫിലിയേറ്റഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അതാണ്
സിവിൽ ഏവിയേഷൻ അല്ലെങ്കിൽ കമേഴ്സ്യൽ ഏവിയേഷന് വേണ്ടുന്ന നിയമങ്ങളും സ്റ്റാൻഡേർഡ്സും പ്രൊസീജിയേഴ്സും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതും ഒരു ഓഡിറ്റിംഗ് ചെയ്യുന്നതും എല്ലാം ഈ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരൊരു വർഷത്തിൽ ഇതിൻ്റെ സേഫ്റ്റി മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സേഫ്റ്റി മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറലി അവർ ഉപയോഗിക്കുന്ന ഒരു മെഷർ എന്ന് പറയുന്നത് എത്ര പാസഞ്ചർ കിലോമീറ്റേഴ്സ് ഒരു വർഷത്തിൽ കമേഴ്സ്യൽ ഫ്ലൈറ്റ്സ് ചെയ്യുന്നു. ഒരു പാസഞ്ചർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പാസഞ്ചർ 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ, വിമാനത്തിൽ ട്രാവൽ ചെയ്താൽ അത് 1 പാസഞ്ചർ കിലോമീറ്റർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ദുബായിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ 2500 കിലോമീറ്റർ ദൂരമെങ്കിൽ 100 അല്ലെങ്കിൽ 200 പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ 200 ഇൻറ്റു 2500 ആണ് അത്രയും പാസഞ്ചർ കിലോമീറ്റർ ഒരു ഫ്ലൈറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു മെട്രിക്സ് ഉപയോഗിച്ചിട്ട് എത്ര പാസഞ്ചർ കിലോമീറ്റേഴ്സ് ആകുന്നുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വച്ചിട്ട് അതനുസരിച്ചിട്ട് ഇത്രയും പാസഞ്ചർ കിലോമീറ്റേഴ്സിൽ എത്ര ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, എത്ര ഫെറ്റാലിറ്റി ഉണ്ടാകുന്നു, എത്ര എയർക്രാഫ്റ്റിൻ്റെ ഹൾ ലോസ് ഉള്ള എത്ര ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അത് പ്രോഗ്രസീവ്ലി കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് കുറഞ്ഞു വരികയും 2023 എന്ന് പറയുന്നത് ഏറ്റവും കുറവുള്ളൊരു വർഷമായിരുന്നു. ഓക്കെ. ഏറ്റവും എന്ന് വെച്ചാൽ സിവിൽ ഏവിയേഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ആക്സിഡൻറ്റ് റേറ്റ് ഉണ്ടായിരുന്ന വർഷമായിരുന്നു 2023. 2030 എന്ന് പറയുന്നതിന് ഐക്കാവ് ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, 0 ഫെറ്റാലിറ്റി. ഓക്കെ. അപ്പോൾ നമ്മൾ അപകടങ്ങളെ ഇല്ലാത്തത്. അപ്പം നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപകടങ്ങളെ ഇല്ലാത്ത ഒരു വർഷത്തിലേക്കാണ്. ഒരു 5 വർഷത്തിന് ദൂരേ ഉള്ളൂ അവിടെ എത്താൻ. ഇന്ത്യയിലിപ്പോൾ 2-3 ഇൻസിഡൻറ്റിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതിന് മീഡിയയിൽ ഇത്രയും ഹൈലൈറ്റ് വരാൻ പല കാരണങ്ങളുണ്ട്. കാരണം നമ്മൾ ഒരു ടൈം ബൗണ്ടായിട്ടുള്ളൊരു അന്വേഷണം, കൃത്യമായ അന്വേഷണ വിവരങ്ങൾ ട്രാൻസ്പെറൻ്റായിട്ട് പുറത്തു വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലാതെ വരുമ്പോൾ അതിൻ്റെ ഗസ് വർക്ക് കൂടുകയും ആൾക്കാർക്ക് സംശയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേറൊരു കാര്യമാണ് പേടി. അപ്പോൾ ദി ഫിയർ ഓഫ് ഫ്ലൈയിങ് എന്ന് പറയുന്നത് ജനറലി ഇറ്റ് എമനേറ്റ്സ് ഫ്രം ദി സസ്പീഷൻ, ഡൗട്ട്, അതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത്തരം സംശയങ്ങളില്ലാതെ ശാസ്ത്രീയമായി ഇത് എന്തായിരുന്നു എന്ന് അവലോകനം ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ ഒരു പക്ഷേ ഈ ഫിയർ ഓഫ് ഫ്ലൈയിങ് നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും വളരെയധികം ഒഴിവാക്കാൻ പറ്റുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം നമുക്കിപ്പോൾ ഇവിടെ ഇല്ലാത്തതാണ് പ്രശ്നം. ഓക്കെ. ഞാൻ അത് പറയുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചില അഭിമുഖങ്ങൾ കണ്ടപ്പോൾ അതിൽ പൈലറ്റുമാർ പറയുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഒരു വിമാന അപകടമുണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ അത് പൈലറ്റിൻ്റെ കയ്യിലെ പിഴവ് ആണ് ഇതിൻ്റെ കാരണമെന്ന് വളരെ പെട്ടെന്ന് വിധി എഴുതുന്ന ഒരു രീതിയാണ് നമ്മുടെ രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഈ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുമ്പോഴേ അങ്ങനെയാണ് വരുന്നത്. അതായത് വിമാന അപകടമുണ്ടായാൽ പൈലറ്റിൻ്റെ പിഴവാകാം എന്നാണ് റിപ്പോർട്ടുകൾ. അല്ലെങ്കിൽ ഒരു വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു വിമാനത്തിൻ്റെ ഈ പറയുന്ന ലാൻഡിങ് ഗിയറൊക്കെ കംപ്ലൈൻ്റ് ആകുന്നു, എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ വിമാനം ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ പൈലറ്റിനെ പ്രശംസിച്ചുകൊണ്ടും പറയാറുണ്ട്. പൈലറ്റിൻ്റെ പരിചയ സമ്പത്തും ആത്മനിയന്ത്രണത്തോടു കൂടിയുള്ള ഇടപെടലുമാണ് വലിയ അപകടം ഒഴിവാക്കിയത് എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ഈ പൈലറ്റുമാരെ ഈ പറയുന്നത് പോലെ ഒരു അപകടമുണ്ടായാൽ പെട്ടെന്ന് പിഴക്കേണ്ടവർ അല്ലെങ്കിൽ പഴിക്കേണ്ടവർ പൈലറ്റുമാരാണോ? അതുപോലെ തന്നെ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ലാൻഡിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് അടിയന്തരമായി ഒരു വിമാനം ഇറക്കുമ്പോൾ അതൊരു പൈലറ്റിൻ്റെ മികവായും പിഴവായും ഒരേപോലെ എങ്ങനെയാണ് പറയാൻ സാധിക്കും? ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പറയുന്നതെന്നുള്ളതാണ്. ഈ പൈലറ്റുമാരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം. പൈലറ്റുമാർ പഴിക്കേണ്ടവരാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് രണ്ടാമത് നോക്കാം. അവർ പിഴയ്ക്കേണ്ടവരാണോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. പൈലറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. അത് വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോസസ്സിൻ്റെ എൻഡിലാണ് നമ്മൾ ഒരു പൈലറ്റായിട്ട് മാറുന്നത്. അതെ. അപ്പോൾ ആ ട്രെയിനിങ് പ്രോസസ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അവർ ഇനി പിഴയ്ക്കില്ല എന്ന് നമുക്ക് തീർച്ചയാവുമ്പോഴാണ് അതിൻ്റെ എൻഡ് ആവുക. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പൈലറ്റ് പിഴയ്ക്കേണ്ട ആളല്ല. പിന്നെ ഹ്യൂമൻ എറർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് മനുഷ്യന് ഉള്ള ഒരു പ്രത്യേകതയാണ്. ഹ്യൂമൻ ക്യാൻ എറർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യനൊരു തെറ്റ് പറ്റാം, അത് തെറ്റാണ്, അല്ലാതെ അതൊരു മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല. ഒരു തെറ്റ് പറ്റാം, അത് മനുഷ്യനായതുകൊണ്ട് തന്നെ അതിനെ പഴിക്കേണ്ട കാര്യവുമില്ല. അതെ.
അപ്പോൾ പൈലറ്റിന് പിഴയ്ക്കേണ്ട കാര്യവുമില്ല, പൈലറ്റിനെ പഴിക്കേണ്ട കാര്യവുമില്ല. രണ്ടുപേരും പ്രൊഫഷണലായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ പൈലറ്റിന് എല്ലാ സന്ദർഭങ്ങളിലും പെരുമാറേണ്ടുന്ന, കാരണം ഒരു വിമാനം എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ സാധ്യമാകുന്നൊരു കാര്യമാണ്. ഒരു പ്രത്യേക സ്പീഡിൽ, ഒരു പ്രത്യേക വെയിറ്റിൽ അത് പോകുമ്പോഴാണ് അതിന് ആകാശത്തിലേക്ക് ഉയർന്നു പോകാൻ പറ്റുന്നത്. ആ കണ്ടീഷൻസ് നിലനിൽക്കുമ്പോൾ മാത്രമേ അതിന് ആകാശത്ത് നിൽക്കാൻ പറ്റൂ. അത് കഴിയുമ്പോൾ എത്ര വിദഗ്ധനായ പൈലറ്റ് ആയാലും ഇത് താഴെ തന്നെ വരും, വേറെ കൊണ്ടും പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ലിമിറ്റേഷൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ആയതുകൊണ്ട് അതിന് വേണ്ടുന്ന കണ്ടീഷനിൽ തന്നെ അതിനെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് അതിനെ സർവൈവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈലറ്റിൻ്റെ പിഴവ് എന്ന് പറയുന്നത് അത്ര ഒരു ശരിയായ ഒരു നോമൻക്ലേച്ചർ അല്ല. ബട്ട് അവിടെ ഒരു ഹ്യൂമൻ എറർ വേണമെങ്കിൽ പറ്റാം. അല്ലെങ്കിൽ പിന്നെ ജനറലി ഈ ക്രാഷുകളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സിസ്റ്റമിക് എററുകളാണ്. നമ്മുടെ ചുറ്റുമുള്ള, ഇപ്പോൾ തന്നെ ഇതിൻ്റെ കാര്യം എടുത്താൽ നമുക്ക് എയർ ട്രാഫിക് കൺട്രോൾ ഇല്ലാത്ത ഒരു എയർപോർട്ടിലേക്ക്, വിമാനത്താവളത്തിലേക്ക്, ഓക്കെ, അവിടെ വർഷത്തിൽ ഒരു എയർക്രാഫ്റ്റ് മാത്രമാണ് ലാൻഡ് ചെയ്യണതെങ്കിൽ അത് നമുക്ക് നല്ലൊരു ഫെയർ വെതറിൽ ആരെങ്കിലും പോയി ലാൻഡ് ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ വെതർ മോശമാകുമ്പോൾ, അവിടുത്തെ വിസിബിലിറ്റി 5000 മീറ്റേഴ്സിൽ താഴെയാകുമ്പോൾ അതിനെ ക്ലോസ് ചെയ്യാനൊരു സംവിധാനം സിസ്റ്റത്തിലുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഇത് റൺ ചെയ്യുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയോ, അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ 100% പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊന്നും ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്ത് കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പിഴവുകൾ പറ്റുന്നത്. ഇനിയിപ്പം ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പൈലറ്റുമാരുടെ ക്ഷാമത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഇൻഡിഗോയുടെ സർവീസ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്ത വലിയ പ്രാധാന്യം നേടിയിരുന്നു. പ്രത്യേകിച്ച് ഇത്രയും വർഷം ഈ ഏവിയേഷൻ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ സത്യത്തിൽ ആളുകൾ, ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് പൈലറ്റുമാരുടെ ക്ഷാമം, പൈലറ്റുമാരില്ലാത്തത് കൊണ്ടാണ് ഇത്രയും സർവീസുകൾ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതെന്നാണ്. എങ്ങനെയാണ് പെട്ടെന്ന് പൈലറ്റുമാർ അങ്ങനെ ഇല്ലാതെയാകുന്നുണ്ടോ, അത് എന്താണ് ശരിക്കും അതിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞു തരുമോ? പൈലറ്റുമാർ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏവിയേഷൻ ഒരു 10-11% റേറ്റിൽ വർഷങ്ങളായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അത് ഇന്നിപ്പോൾ ഏഷ്യയിലാണ് ഗ്രോ ചെയ്യണതെങ്കിൽ നാളെ ആഫ്രിക്കയിലായിരിക്കും അത് ഗ്രോ ചെയ്യുക. അതിനു മുമ്പ് യൂറോപ്പിലായിരുന്നു, അതിനു മുമ്പ് അമേരിക്കയിലായിരുന്നു, അങ്ങനെ പല മിഡിൽ ഈസ്റ്റിലായിരുന്നു, അങ്ങനെ പല റീജിയണൽ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും അതിൻ്റെ ടോട്ടൽ ഡെവലപ്മെൻറ്റ് 10-11% കൂടുതലാണ് എല്ലാ വർഷങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ അത്രയും ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് അത്രയും നമ്പർ ഓഫ് ഫ്ലൈറ്റ്സിൻ്റെ എണ്ണവും കൂടുന്നുണ്ട്. ഫ്ലൈറ്റ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ അത്രത്തോളം ക്രൂവിൻ്റെ ആവശ്യവുമുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്റ്റാൻഡേർഡുകളും ബെറ്ററായി വരണം. കാരണം കുറച്ചുകൂടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് ഓപ്പറേഷൻ. അപ്പോൾ ഫ്ലൈറ്റ് ക്രൂവിൻ്റെ സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യണം, അവരുടെ റെസ്റ്റ് പീരീഡ് ലോങ്ങർ ആവണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയും ഇതിനോടൊപ്പം സംഭവിക്കുന്നുണ്ട്. പൈലറ്റിൻ്റെ ശമ്പളം, കൂടുതൽ ശമ്പളം കിട്ടുന്ന സ്ഥലത്തേക്ക്, കാരണം ഇവരെല്ലാം ഇപ്പോൾ എയർബസ് C-20യിൽ ഇന്ത്യയിൽ ജോലി ചെയ്താലും അമേരിക്കയിൽ ജോലി ചെയ്താലും അല്ല വേറൊരു സ്ഥലത്ത് ജോലി ചെയ്താലും സെയിം മെഷീനും സെയിം സർട്ടിഫിക്കേഷനും ആയതുകൊണ്ട് ഒരു പൈലറ്റിന് വളരെ ഈസി ആയിട്ട് ഏത് ലൊക്കേഷനിലേക്കും ഏത് കമ്പനിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു കോമ്പറ്റേറ്റീവ് പ്രൈസിങ്ങും കൂടെ, അല്ലെങ്കിൽ അവരുടെ സാലറിയിലും അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ലെങ്കിൽ ഇത്തരം ഒരു ഫ്ലോ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കൂടുതൽ ഡിമാൻഡുള്ള സ്ഥലങ്ങളിലേക്ക് പൈലറ്റുമാർ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു കാരണമാണ് പൈലറ്റ് ഷോർട്ടേജ് വരാൻ. രണ്ടാമത്, അപ്പോൾ അതിനെല്ലാം ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് അത്രത്തോളം പൈലറ്റുമാരെ ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ. നമുക്ക് ആവശ്യത്തിലധികമോ അല്ലെങ്കിൽ ആവശ്യത്തിനെങ്കിലും ഫ്ലൈയിങ് ക്ലബ്ബുകളും പിന്നെ സിമുലേറ്റേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്ത് കൺവേർട്ട് ചെയ്ത് കമേഴ്സ്യൽ ഫ്ലൈറ്റ് ഓപ്പറേഷന് തയ്യാറാക്കിക്കൊണ്ടിരുന്നാലും നമുക്ക് ഈ പൈലറ്റ് ഡിമാൻഡിനെ മീറ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ തന്നെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഏവിയേഷൻ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാൻ തന്നെ അവർക്കുണ്ട്. അപ്പോൾ അവർ എല്ലാ വർഷവും അടുത്ത ഒരു 10 വർഷത്തേക്ക് വേണ്ടുന്ന ഏവിയേഷൻ പ്രൊഫഷണൽസിൻ്റെ എണ്ണം എത്രയായിരിക്കും എന്നവർ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ തക്കവണ്ണം
നമുക്ക് ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ ഉണ്ടാക്കാം. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ നല്ല ഇപ്പോൾ ഇവിടെയെല്ലാം ഫ്ലൈയിങ് ചെയ്യേണ്ട ആൾക്കാരെല്ലാം ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും പോയിട്ടാണ് ഫ്ലൈയിങ് പഠിക്കുക. അതെ അതെ, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അവിടെ കുറച്ചുകൂടി എളുപ്പമാണ്, പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ സർട്ടിഫിക്കേഷൻ കിട്ടുക തന്നെ ചെയ്യും നമ്മൾ തുടങ്ങുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിലും ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഈവൻ ഇന്ത്യയിലും ഇതുപോലെ ഒരു ട്രെയിനിങ് ഹബ്ബാക്കി മാറ്റുകയോ കുറഞ്ഞ പക്ഷം ഇന്ത്യയിലെ ആവശ്യങ്ങളെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാൻ തക്കവണ്ണം പൈലറ്റ്സിനെ ഇവിടെ ട്രെയിൻ ചെയ്യിക്കുകയോ ഒക്കെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിനെല്ലാം വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ളതും പിന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസുമായിട്ടുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടണം. അത് വളരെ കുറവായതുകൊണ്ടായിരിക്കണം ഇവിടെ ഇങ്ങനെയുള്ളൊരു ഷോർട്ടേജ് വരിക. ഓക്കെ, എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു. ആളുകൾക്ക് ഇതൊക്കെ എന്നും വിമാനം ആളുകൾക്കൊരു കൗതുകമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അപകടവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ചയ്ക്കിരുന്നെങ്കിൽ കൂടിയും ഈ മേഖല നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ച് സാറ് പറഞ്ഞു. എന്താണ് ഈ അപകടത്തിലേക്ക് നയിക്കുന്നതെന്ന് പറഞ്ഞു. മറ്റ് പല മേഖലകളിലും കുറിച്ചുള്ള കാര്യങ്ങളും പറയാൻ സാറിന് സാധിച്ചു. വളരെ നന്ദി സി മലയാളം ന്യൂസിൻ്റെ പ്രേക്ഷകർക്കൊപ്പം ചേർന്നതിന്. ഇതുപോലുള്ള മറ്റെന്തെങ്കിലും വാർത്തകൾ വരുമ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.